My dear students, Dr. James Taylor Kennedy രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 358 എപ്പിസോഡിൽ പുതിയൊരു അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ്. കൽക്കേറിയ ഫോസ്ഫോറിക്ക. ബയോകെമിക്കൽ എന്ന നിലയിൽ വളരെ പരിചിതവും പതിവായി ഉപയോഗിക്കുന്നതുമായിട്ടുള്ളൊരു ഔഷധമാണിത്. ഇതിലും പൊട്ടൻസൈസ്ഡ് ഫോമിലും വളരെ പ്രധാനപ്പെട്ട നിരവധി ഉപയോഗങ്ങൾ ഇതിലുണ്ട്. വിശേഷിച്ചും തലയോട്ടിയുടെ ശരിയായ വികാസം സംഭവിക്കാത്ത കേസുകളിൽ, മാനസികമായ പൂർണ്ണ വികാസം ഉണ്ടാകാത്ത കേസുകളിൽ, ഹൈഡ്രോസെഫാലസിൻ്റെ തല വലുതാകുന്ന അവസ്ഥയിലൊക്കെ നിരവധി പ്രയോഗസാധ്യതയുള്ളൊരു ഔഷധമാണിത്. ശരിയായി മനസ്സിലാക്കി ഉപയോഗിച്ചാൽ വളരെ നല്ല ഫലം കിട്ടുന്നതിന് എനിക്ക് തന്നെ ഒരു സാക്ഷ്യം ഇതിൽ പറയാനുമുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിൽ പ്രവേശിക്കാം. ഡ്യൂറിങ് ദ ഗ്രോയിങ് പീരിയഡ് മെനി ചിൽഡ്രൻ നീഡ് ദിസ് റെമഡി. ഇഫ് ദ ഹെഡ് ബോൺസ് ആർ സ്ലോ ഇൻ ഫോമിങ് ഓർ ഡു നോട്ട് കീപ് പേസ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് ദ ചൈൽഡ്, ദിസ് റെമഡി ഈസ് ഓഫൺ കോൾ ഫോർ. കുട്ടിയുടെ പൊതുവായ വളർച്ചയോടൊപ്പം തലയിലെ അസ്ഥികൾക്ക് വളർച്ചയില്ലെങ്കിൽ, അതിൻ്റെ രൂപീകരണം സാവകാശമാണെങ്കിൽ ഈ ഔഷധം അവിടെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. വേർ ദ ചൈൽഡ് ഈസ് ലൂസിങ് ഫ്ലഷ്, സ്ലോ ലേണിംഗ് ടു ഡു തിങ്സ്, സ്ലോ ലേണിംഗ് ടു വാക്ക്, ഓർ ദ ലെഗ്സ് ആർ നോട്ട് സ്ട്രോങ് ഇനഫ് ടു സപ്പോർട്ട് ദ ബോഡി, ഓർ ഇറ്റ് ഈസ് ബിഹൈൻഡ് ഇൻ മെൻ്റൽ ഡെവലപ്മെൻറ്റ്, ദിസ് റെമഡി ഈസ് വൺ ടു ബി എക്സാമിൻഡ്. എപ്പോഴൊക്കെയാണ് കുട്ടി ശോഷിച്ചു വരുന്നു, കാര്യങ്ങൾ പഠിക്കാൻ സമയമെടുക്കുന്നു, സാവകാശം പറ്റുള്ളൂ, നടക്കാൻ പഠിക്കുന്നതും സാവകാശമാണ്. നേരത്തെ കണ്ട് ഓർക്കണം, അത് ബേറ്റാ കാർബിൻ്റെ കാര്യത്തിൽ ഓർക്കണം. ഇത് അത്തരത്തിലുള്ള അസ്ഥികളുടെ ഫോർമേഷനുള്ള അപര്യാപ്തത ഉണ്ടാകും. ഓർ ദ ലെഗ്സ് ആർ നോട്ട് സ്ട്രോങ് ഇനഫ് ടു സപ്പോർട്ട് ദ ബോഡി. കാലിലെ അസ്ഥികൾക്ക് വേണ്ടത്ര ബലമില്ല, ശരീരത്തിൽ താങ്ങാൻ ബലമില്ല. ഓർ ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ഇനി മാനസിക വികാസവും ഇതിനോടൊപ്പം കുറവാകാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ താരതമ്യം ചെയ്യാവുന്ന ഔഷധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബേറ്റാ കാർബ്, ബോറാക്സ്, ഫോസ്ഫോറിക് ആസിഡ്, നാഡ്മ്യൂറം, കൽക്കേറിയ. ഇത്തരം ഔഷധങ്ങളുടെ കൂട്ടത്തിൽ കൽക്കേറിയ ഫോസ്ഫോറിക്കയും വരും ഇതിൻ്റെ സവിശേഷ ലക്ഷണങ്ങളുണ്ടെങ്കിൽ. ഫ്ലാബി ഷ്രങ്കൻ അമീഷിയേറ്റഡ് ചിൽഡ്രൻ, ശോഷിച്ച കുട്ടികൾ, പേശികളൊക്കെ ഇങ്ങനെ ബലമില്ല, ഇങ്ങനെ പളവള കിടക്കുകയാണ്, ആകെ ശോഷിച്ച് ചുരുങ്ങിയ കുട്ടികൾ. നോൺ യൂണിയോ ഫ്രാക്ചേർഡ് ബോൺസ്, അസ്ഥികൾക്ക് ഒടിവുണ്ടായാൽ അത് ചേരുന്നില്ല, തമ്മിൽ ചേർന്ന് പോകുന്നില്ല. സ്വോളൻ കോണ്ടിലൈറ്റ്സ്, ഈ കീഴ്ത്താടി തലയോടുമായിട്ട് ചേർന്ന ഭാഗത്ത് ഇങ്ങനെ വിങ്ങി രണ്ട് വശത്തും ഇങ്ങനെ മുളച്ചിരിക്കുന്നൊരവസ്ഥ അസ്ഥികൾ. ആ സിംറ്റംസ് അക്സെപ്റ്റഡ് ബൈ ഓൾ ടെക്സ്റ്റ് ബുക്സ് ആ സ്ട്രോങ് സിംറ്റംസ് ഓഫ് ദിസ് റെമഡി. ഈ ഔഷധത്തിൻ്റെ ശക്തമായ ലക്ഷണങ്ങളായി എല്ലാ ടെക്സ്റ്റുകളും, എല്ലാ മെറ്റീരിയൽ മെഡിക്കൽ ടെസ്റ്റുകളും പറയുന്ന ലക്ഷണങ്ങളാണ് ഇതുവരെ സൂചിപ്പിച്ചത്. ക്യൂറേറ്റ് പോളിപ്പി ഓഫ് നോസ്, റെക്ടം ആൻഡ് യൂട്രസ്. മൂക്കിൽ മാത്രമല്ല മലദ്വാരത്തിലും ഗർഭാധാരത്തിലും ഒക്കെ ഉള്ള ദശവളർച്ചയെ, മാംസവളർച്ചയെ ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ക്യൂറേറ്റ് എൻലാർജ് ഗ്ലാൻഡ്സ് ഓഫ് ദ നെക്ക്, ഗ്രോയിങ് ആൻഡ് അബ്ഡമൻ. കഴുത്തിലും അരക്കെട്ടിലും അടിവയറിലുമുള്ള ഗ്രന്ഥികൾ വീർക്കുന്നൊരവസ്ഥയെയും ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. റാക്കൈറ്റിസ് വിത്ത് ഫ്രോണ്ടനൽസ് ഓപ്പൺ ആൻഡ് ഡയറിയ ഇൻ അമീഷിയേറ്റിംഗ് ചിൽഡ്രൻ. റിക്കറ്റിസ് തന്നെ, റിക്കറ്റിൻ്റെ ഒരു പഴയ പ്രയോഗം. വേണ്ടത്ര വളർച്ചയില്ല, തലയോട്ടിയിലെ അസ്ഥികൾ കൂടി ചേരാതെ ചില ഭാഗങ്ങളിലിങ്ങനെ തൊട്ടാലിങ്ങനെ മാംസം മാത്രമല്ല കുഴിഞ്ഞു പോകുന്നുള്ള അവസ്ഥ, വയറിളക്കം, ശോഷിക്കുന്ന കുട്ടികളിൽ ഇത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിൽ കൽക്കേറിയ ഫോസ്ഫോറിക്കയെ കുറിച്ച് ചിന്തിക്കാം. റിമാറ്റിക് പെയിൻസ് ഇൻ ദ ജോയിൻറ്റ്സ് ആൻഡ് ലിംസ്, വേഴ്സ് ഓൺ കോൾഡ് വെതർ ഓർ ഇൻ എവറി കോൾഡ് ചേഞ്ച് ഓഫ് വെതർ. തണുത്ത കാലാവസ്ഥയാണ് കൽക്കേറിയ ഫോസ്ഫോറിക്ക പേഷ്യൻറ്റിന് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സമയം. വാദസംബന്ധമായ വേദനകൾ വരും സന്ധികളിൽ, കൈകാലുകളിൽ. ഓരോ തണുപ്പിലേക്കുള്ള ഓരോ മാറ്റവും ഈ രോഗിക്ക് പ്രശ്നമാണ്. പെയിൽ വാക്സി സ്കിൻ, വിളറിയ തൊലി, അനീമിയ, വളർച്ചാ രോഗമുണ്ട്. ഗ്രോയിങ് പെയിൻ നൈറ്റ്സ് ഇൻ ഫാസ്റ്റ് ഗ്രോയിങ് ചിൽഡ്രൻ, വേഗത്തിൽ വളർച്ചയുള്ള കുട്ടികളിൽ രാത്രിയിൽ വരുന്ന വേദന, ഈ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേദന. തൈസിക്കൽ സബ്ജക്ട്സ്, ക്ഷയരോഗത്തിൻ്റെ സ്വാധീനമുള്ള ആളുകളിൽ. ഡിസീസ് ഓഫ് ബോൺ, അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ട രോഗാവസ്ഥകൾ. ഈസി അൾസറേഷൻ,
വളരെ വേഗത്തിൽ വ്രണങ്ങൾ വരുന്നു, ഇച്ചിങ്, ബേണിംഗ് ഇറപ്ഷൻസ്, ചൊറിച്ചിലുണ്ടാക്കുന്ന പൊള്ളുന്ന പരുക്കൾ, കുരുക്കൾ, സെൻസിറ്റീവ് കോൾഡ്, ഇതിൻ്റെ പൊതു സ്വഭാവം ഇറ്റാലിക്സ് പറഞ്ഞിരിക്കുന്നു, തണുപ്പിനോട് സംവേദനക്ഷമത, സെൻസിറ്റീവ് ജാർ, ഒരു ചെറിയൊരു ചലനത്തോട്, ഒരു കുലുക്കത്തോടൊക്കെ സെൻസിറ്റീവാണ്. ദ പെയിൻസ് ആർ ഷൂട്ടിംഗ്, ഡ്രോയിങ്, ഏക്കിംഗ്, ബേണിംഗ്, പ്രസ്സിങ്, വേദനകൾ എല്ലാ തരത്തിലും ഉണ്ട്, പ്രസ്സിങ് പൊള്ളുന്ന തരത്തിൽ, ഞെക്കുന്ന തരത്തിലൊക്കെ ഉണ്ട്. ഇറ്റ് ഹാസ് എ ഷേക്കിംഗ് ചിൽ ദാറ്റ് സ്പ്രെഡ്സ് ഡൗൺവേർഡ്സ്. അപ്പോൾ കുളിര് വരുന്നു, തണുപ്പടിച്ച് കുളിര് വരുന്നു, അത് മേലെ താഴേക്ക് ആളെ ഇട്ട് ആയി ഒലയ്ക്കുന്നു. അത് ദിശയുണ്ട്, തലയിൽ നിന്നും താഴേക്ക്, മുകളിൽ നിന്നും താഴേക്ക്. ഡ്രൈ ഹീറ്റ് ഇൻ ഈവനിങ്, സായന്നത്തിൽ സന്ധ്യയിൽ വിയർപ്പില്ലാതെയുള്ള ഒരു ചൂടിൻ്റെ അനുഭവം. കോപ്പിയസ് നൈറ്റ് സ്വെറ്റ്സ്, രാത്രിയിൽ അമിതമായ വിയർപ്പ്. ദ കംപ്ലൈൻസ് ഓഫ് ദിസ് റെമഡി ആർ ജനറലി ബെറ്റർ ഡ്യൂറിങ് റെസ്റ്റ്, കം ഓൺ ഡ്യൂറിങ് മോഷൻ ആൻഡ് ആർ ഗ്രേറ്റ്ലി അഗ്രിവേറ്റ് ബൈ എക്സർഷൻ. ചലനം, അധ്വാനമൊക്കെയാണ് കൽക്കേറിയ ഫോസ്ഫോറിക്ക പേഷ്യൻറ്റിന് രോഗാവസ്ഥകൾ, ലക്ഷണങ്ങൾ വർദ്ധിക്കുന്ന അവസ്ഥ. വിശ്രമിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ട്. സ്റ്റിഫ്നെസ് ഓൺ മൂവിങ് ഇൻ ബെഡ്, കിടക്കയിൽ കിടക്കുമ്പോൾ തന്നെ അനങ്ങാൻ പ്രയാസം, ആകെ സന്ധികളൊക്കെ ഉറച്ചു പോയ പോലെ. ജനറൽ ബോഡി വീക്ക്നെസ്, പൊതുവെ ശരീരത്തിന് പൊതുവെ ഒരു ക്ഷീണിതാവസ്ഥയുണ്ട്. നമ്പർനെസ് ഓഫ് മെനി പാർട്സ്, പല ഭാഗങ്ങളിലും ഇങ്ങനെ മരവിച്ച് ഇരിക്കുന്നൊരവസ്ഥ. ട്രംബ്ലിംഗ്, വിറയല്. ഫിയർ ബ്രിങ്സ് ഓൺ കംപ്ലൈൻസ്, ഭയം പല പ്രശ്നങ്ങളെയും പുറത്തു കൊണ്ടുവരും. ഭയം, പാൽപിറ്റേഷൻ, വല്ലാതെ നെഞ്ചിടിപ്പ്. ഇലക്ട്രിക് ഷോക്ക് സോ സിവിയർ ദാറ്റ് ദ പേഷ്യൻ കുഡ് നോട്ട് റിമെയിൻ സ്റ്റാൻഡിങ്, വൈദ്യുതാഘാതം ഉണ്ടാകുന്ന ആ ഒരു വിറയല്, ആഘാതം, രോഗി നിൽക്കാൻ പറ്റില്ല, രോഗി വീണുപോകും. എപ്പിലെറ്റിക് സ്പാസംസ്, അപസ്മാര സംബന്ധമായ വലിച്ചുപോച്ചലുകളും മറ്റൊക്കെ ഉണ്ട്. കൺവൾഷൻസ് ഓഫ് ചിൽഡ്രൻ, ബട്ട് ദ റെമഡി മസ്റ്റ് ബി ഗിവൺ വെൻ നോട്ട് ഇൻ ദ കൺവൾഷൻസ് ടു സെക്യൂർ ബെറ്റർ എഫക്ട്സ്. അപ്പോൾ കുട്ടികളിൽ അപസ്മാര സംബന്ധമായ വലിച്ചുപോച്ചലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ഉപകരിക്കും, പക്ഷേ ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺവൾസീവ് കണ്ടീഷനിൽ ഇത് കൊടുക്കരുത്, അതിന് ശേഷമുള്ള ഒരവസ്ഥയിൽ വേണം കൊടുക്കാൻ, എന്നാലേ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഫലം കിട്ടുകയുള്ളൂ. ദ മൈൻഡ് ഷോസ് അബൌട്ട് എ ടയർഡ് ആൻഡ് വീക്ക് ബ്രെയിൻ. ഈ ആളുടെ മനസ്സിനെ നമ്മൾ നിരീക്ഷിച്ചാൽ, മാനസികാവസ്ഥയെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ തലച്ചോറിൻ്റെ വികാസം ശരിയായിട്ടില്ല, അല്ലെങ്കിൽ തലച്ചോറ് വികസിച്ചിട്ട് തന്നെ അത് ക്ഷീണിതാവസ്ഥയിലാണെന്ന് നമുക്ക് തോന്നും. ഫീബിൾ മെമ്മറി, ഓർമ്മ കുറവാണ്. ഇന്നബിലിറ്റി ടു സസ്റ്റെയിൻ മെൻ്റൽ എഫർട്ട്, ഒരു മാനസിക അധ്വാനം, മാനസിക പ്രയത്നം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സഫറിങ് ഇൻ ദ ഹെഡ് ഫ്രം മെൻ്റൽ എക്സേർഷൻ, മാനസിക അധ്വാനം കൊണ്ട് തലയിൽ പ്രയാസം ഉണ്ടാകുന്നു. ഡ്രഗ്സ് മെൻ്റൽ എക്സേർഷൻ, മാനസിക അധ്വാനത്തിനെ ഭയപ്പെടുക പോലും ചെയ്യുന്നു, അത്രയ്ക്ക് പ്രയാസമാണ് അതുകൊണ്ട് ആ രോഗി അനുഭവിക്കുന്നത്. സ്ലഗ്ഗിഷ് മൈൻഡ്, മനസ്സ് മന്ദീഭവിച്ചിരിക്കുകയാണ്. ഇമ്പസിലിറ്റി, ബുദ്ധിമാന്ദ്യത്തിൻ്റെ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു അനുഭവം എനിക്ക് പറയാനുണ്ട്. ഈ ഇമ്പസിലിറ്റി മാറി വന്നൊരവസ്ഥ. ഫീബിൾ മൈൻഡഡ് ചിൽഡ്രൻ, ദുർബല മനസ്സുള്ള കുട്ടികൾ. ദ ചൈൽഡ് ഗ്രാബ്സ് ദ ഹെഡ് വിത്ത് ഹാൻഡ്സ് ആൻഡ് സ്ക്രീംസ്, കൈകൊണ്ട് തലയിലിങ്ങനെ പിടിച്ചിട്ട് വല്ലാതെ ചീറിക്കരയും. തിങ്കിങ് ഓഫ് കംപ്ലൈൻറ്റ്സ് കോസസ് ദം ടു അപ്പിയർ ഓർ ഇൻക്രീസ്. അപ്പോൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പ്രശ്നം ഇല്ലാത്ത പ്രശ്നം പുറത്തേക്ക് വരാം, അല്ലെങ്കിൽ ഉള്ള പ്രശ്നമാണെങ്കിൽ അത് വർദ്ധിക്കാം. എക്സ്ട്രീംലി ഫ്രെറ്റ്ഫുൾ, അയാൾക്ക് വിശ്രമിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഫ്രെറ്റ്ഫുൾ എന്നുള്ളത് പല അർത്ഥവും പറയാറുണ്ട് നമ്മൾ. വല്ലാതെ അസ്വസ്ഥപ്പെടുന്നത്, ദേഷ്യപ്പെടൽ പറയാം. പക്ഷേ റിലാക്സ് ചെയ്യാനുള്ള കഴിവില്ലായ്മ, ശാന്തമായിരിക്കാനുള്ള കഴിവില്ലായ്മ, അത്തരത്തിലുള്ള റെസ്റ്റ്ലെസ്നെസ് ആണ് ഈ ഫ്രെറ്റ്ഫുൾ എന്ന് പൊതുവെ പറയുന്നത്. എയിൽമെൻറ്റ്സ് ഫ്രം ബാഡ് ന്യൂസ്, മോശമായ വാർത്തകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. ഗ്രീഫ്, അൺറിക്കറ്റഡ് അഫക്ഷൻസ്, ദുഃഖം, അനാവശ്യമായ ബന്ധങ്ങളിൽ പോയി പെടല്. വെക്സേഷൻ, അതിനെപ്രതി മാനസിക വ്യഥ അനുഭവിക്കൽ. ഷീ സീക്സ് സോൾട്യൂഡ് ടു കമ്മ്യൂൺ വിത്ത് ഹെർ തോട്ട്സ് ആൻഡ് ടു ഷൻ ദ എക്സേർഷൻ ഓഫ് സൊസൈറ്റി. അത് പ്രധാനപ്പെട്ട ലക്ഷണമാണത്. തന്നോട് തന്നെ സംസാരിക്കാൻ, തന്നോട് തന്നെ സംവദിക്കാൻ, അത് വായുകൊണ്ടുള്ള സംസാരമല്ല, മാനസികമായ സംവാദം. അതിന് വേണ്ടിയിട്ട് സോൾട്യൂഡ്, ആളുകൾ വേണ്ട, ആളുകളുടെ കമ്പനി വേണ്ട, കൂട്ട് വേണ്ട. കാരണം കൂട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തും. പക്ഷേ ഈ വ്യക്തിക്ക് അവരോട് തന്നെ ഒരു ഇൻറ്റേർണൽ ഡയലോഗ്സ്, അവരോട് തന്നെ ആശയവിനിമയം നടത്താനാണ് താല്പര്യം.
അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ അവർക്ക് സമൂഹത്തിൽ ഇടപെടുമ്പോൾ സമൂഹമായിട്ടുള്ള സംഭാഷണങ്ങൾക്ക് വരുന്ന ചിലപ്പോൾ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാം, ടീസിങ് ഒക്കെ ഉണ്ടാകാം. അത്തരം നിസ്സാര സമ്മർദ്ദങ്ങൾ പോലും താങ്ങാൻ അവർക്ക് പറ്റില്ല. ഡിസ്കണ്ടന്റഡ് വിത്ത് ഹിസ് ഓൺ സറൗണ്ടിങ്സ് ആൻഡ് ഗോസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. സ്വന്തം ചുറ്റുപാടുകളിൽ തൃപ്തിയില്ല. ഒരു സാഹചര്യത്തിൽ, ഒരു ഭവനത്തിൽ, ഒരു ജോലിയിൽ, ഒരിടത്ത് ആയിരിക്കുന്നതിൽ സംതൃപ്തിപ്പെടാതെ സ്ഥലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വെർട്ടിഗോ ഇൻ കോൾഡ് വിൻഡ്. തണുത്ത കാറ്റടിക്കുമ്പോൾ തലകറക്കം. ഫ്രം മെന്റൽ ആൻഡ് ഫിസിക്കൽ എക്സർഷൻ. മാനസികവും ശാരീരികമായ അധ്വാനം കൊണ്ടും തലകറക്കം ഉണ്ടാകാം. വെൻ റൈസിങ് ഫ്രം സിറ്റിംഗ്. ഇരുന്നിടത്ത് എഴുന്നേൽക്കുമ്പോൾ തലകറക്കം ഉണ്ടാകാം. വെൻ വാക്കിംഗ് ഇൻ കോൾഡ് എയർ. തണുത്ത വായു നടക്കുമ്പോഴും തലകറക്കം ഉണ്ടാകാം. തലകറക്കം പല സാഹചര്യങ്ങളിലും വരുന്നുണ്ട്. ദ ഹെഡ് സിംറ്റംസ് ആർ സ്റ്റിൽ മോർ സ്ട്രൈക്കിംഗ്. ദ ഡൾ ഹെഡ് ഏക്സ് ഓഫ് സ്കൂൾ ചിൽഡ്രൻ ഓൾവേസ് കം ഹോം ഫ്രം സ്കൂൾ വിത്ത് ഹെഡ് ഏക്ക്. സ്കൂളിൽ നിന്ന് എപ്പോഴും തലവേദനയുമായിട്ട് വീട്ടിൽ വരുന്നു. സ്കൂൾ കുട്ടികളുടെ തലവേദന. കരിയർ ഫോഴ്സ് നമ്മൾ ബയോകെമിക്കുന്ന രീതിയിൽ അത്തരത്തിൽ ധാരാളം ഉപയോഗിക്കാറുണ്ട്. പൊട്ടൻസിയിലും അങ്ങനെ ഉള്ളത്. ദ ഹെഡ് ഈസ് സെൻസിറ്റീവ് ടു ജാർ. തലയിലൊരു ചെറിയ കുലുക്കം മതി പ്രശ്നം ഉണ്ടാകും. ടു പ്രഷർ. സമ്മർദ്ദത്തോട് തലയ്ക്ക് പ്രശ്നം. ടു ഹാറ്റ്. ഒരു തൊപ്പി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സമ്മർദ്ദം പോലും താങ്ങാൻ പ്രയാസം. വാൺസ് ഇറ്റ് വാഷ് ഇൻ കോൾഡ് വാട്ടർ. തല തണുത്ത വെള്ളത്തിൽ കഴുകണമെന്ന് ആഗ്രഹം. തണുപ്പിയാൾക്ക് പ്രശ്നമാണ്. ശേഷം തണുപ്പ് രാജ്യങ്ങളിലെ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ തല കഴുകാറില്ല തണുപ്പ് കാലത്ത്. പക്ഷേ തണുത്ത വെള്ളത്തിൽ, അപ്പോൾ നമ്മൾ ഈ തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ തണുത്ത വെള്ളമെല്ലാം ഓർക്കണം, കഴുകാനുള്ളൊരു താല്പര്യം ഉണ്ടാകും. വാണ്ട്സ് ടു ബി ക്വയറ്റ് ആൻഡ് എലോൺ. ഒറ്റയ്ക്ക് തനിയെ മിണ്ടാതിരിക്കാനുള്ള ആഗ്രഹം. ത്രോബിങ് ആൻഡ് ബേണിംഗ് ഇൻ ദ ഹെഡ്. തലയിൽ വിങ്ങൽ, പൊള്ളല്. റൊമാറ്റിക് ഹെഡ് ഏക്ക്. വാദസംബന്ധമായ തലവേദന. സീൻസ് ടു ബി ഇൻ ദ വോൾ ഹെഡ്. തലയിൽ മുഴുവൻ വേദനയുണ്ട്. ഇൻ കോൾഡ് വെതർ. തണുത്ത കാലാവസ്ഥയിൽ അത് പുറത്തു വരും, വർദ്ധിക്കുകയും ചെയ്യാം. ബീങ് ഔട്ട് ഇൻ കോൾഡ് വിൻഡ്. തണുത്ത കാറ്റുള്ളപ്പോൾ പുറത്തു പോകുമ്പോൾ വരാം. വേർഡ്സ് ഫ്രം വാക്കിംഗ്, വേർഡ്സ് ഫ്രം എക്സോർഷൻ, വേർഡ്സ് അറ്റ് നൈറ്റ്. അധ്വാനം കൊണ്ട്, നടക്കുന്നതുകൊണ്ട് രാത്രിയിലൊക്കെ തലയിൽ റൊമാറ്റിക് വാസമുണ്ടായ വേദന കൂടാം. ജസ്റ്റ് മെനി ടൈംസ് പ്രിവെന്റഡ് ഹൈഡ്രോസെഫാലസ്. പലപ്പോഴും ഈ തല വലുതാകുന്ന രോഗാവസ്ഥയെ ഇത് പലപ്പോഴും തടഞ്ഞിട്ടുണ്ട്. അത് തലമുറകളിലേക്ക് പടരുന്നതിനെയും തടയാൻ പറ്റും. ഈ ഒരു പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും, ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇങ്ങനത്തെ കുട്ടികൾ ജനിച്ച അമ്മമാർക്ക് അടുത്ത ഗർഭധാരണത്തിന് മുമ്പ് ഉപയോഗിക്കാവുന്ന പല ഔഷധങ്ങളും ഹോമിയോപ്പതിയിലുണ്ട്. കൽക്കേറിയ ഫോസ്ഫോറിക്കയെ കുറിച്ചും ചിന്തിക്കാവുന്നതാണ് ലക്ഷണങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ. ഫോണ്ടൽ ഹെഡ് ഏക്സ് ആൻഡ് ഫോർഹെഡ് ആൻഡ് ഐസ് ഫോഴ്സ് ഫ്രം പ്രഷർ ഓഫ് ദ ഹാറ്റ്. അപ്പോൾ നെറ്റിയുടെ ഭാഗത്ത് മുൻവശത്തൊക്കെ വേദനയുണ്ട്. തൊപ്പി വെക്കുമ്പോൾ നെറ്റിയിലുണ്ടാകുന്ന മർദ്ദം പോലും പ്രയാസമുണ്ടാകാം. പെർസ്പിറേഷൻ ഓഫ് സ്കാൽപ്പ്, ഫോർഹെഡ് ടു കോൾഡ് ടച്ച്. തലയോട്ടിയിൽ, നെറ്റിയിൽ ഒക്കെ സ്പർശിക്കുമ്പോൾ തണുപ്പ്. ടിയറിംഗ് പെയിൻ ബോൺസ് ഓഫ് ഹെഡ്. തലയിലെ അസ്ഥികളിലിങ്ങനെ വലിച്ചു കീറുന്ന പോലെ വേദന. കോൾഡ് ഓക്സിപ്പീറ്റ്. തല പിൻഭാഗം, കുഞ്ചിന്ന ഭാഗത്തൊക്കെ തണുപ്പ്. എക്സീമ ഓഫ് സ്കാൽപ്പ്, അൾസേഴ്സ് ഓഫ് സ്കാൽപ്പ്. തലയോട്ടിയിൽ വരട്ടി ചൊറി, വ്രണങ്ങളൊക്കെ ഉണ്ടാകാം. ഇൻ ചിൽഡ്രൻ വെൻ കമ്മിങ് ഔട്ട് ഇൻ ബ്രെയിൻ കഞ്ചഷൻ ഇഫ് ദർ ഈസ് സ്ട്രാബിസ്മസ്, ഡയറിയ ആൻഡ് ലൂസിങ് ഫ്ലഷ്. അപ്പോൾ കുട്ടികളിൽ, ഈ കോങ്കണ്ണുള്ള കുട്ടികളിൽ, കണ്ണുകളുടെ ഫോർമേഷൻ ശരിയാത്ത കുട്ടികളിൽ, കണ്ണുകൾ സ്ഥാനം തെറ്റിയിരിക്കുന്ന കുട്ടികളിൽ, വയറിളക്കം കൊണ്ട് ശോഷിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഇവിടെ തലയിലെ ആ ഒരു വിങ്ങലിൻ്റെ അവസ്ഥ, ആ ഒരു പ്രശ്നത്തെ ഇത് സുഖപ്പെടുത്തും. ഞാനൊരു സാക്ഷ്യം പറയാനുണ്ടെന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത്, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്തൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അയാളുടെ മൂത്ത സഹോദരിയും കുട്ടിയും അവിടെ ഉണ്ട്. എന്നൊരു 6-7 വയസ്സ് പെൺകുട്ടിയാണ്. കുട്ടിയെ കണ്ടപ്പോൾ തന്നെ വളരെ വികൃതമായ മുഖമാണ്. കണ്ണ് രണ്ടും 2 തരത്തിലാണ്. തലയോടിൻ്റെ വികാസം ശരിയല്ലെന്നർത്ഥം. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. കുട്ടിയെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി സംസാരിച്ചു. കുട്ടിക്ക് ശരിയായൊരു മാനസിക വികാസം ഇല്ല എന്ന് മനസ്സിലായി. വല്ലാത്ത ഷൈ ആണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. ചിലർക്ക് ചോദിക്കുമ്പം ഓർമ്മയില്ല. അമ്മയുടെ പേര് ചോദിച്ചപ്പോൾ മറന്നുപോയി എന്നൊക്കെയാണ് പറഞ്ഞത് ഈ കുട്ടി. ഞാൻ പതുക്കെ ഇങ്ങനെ തലയിൽ തലയോട്ടിൽ ഇങ്ങനെ പതുക്കെ ഞെക്കിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ പലയിടത്തും മൂർധാവിൽ ഫോർമേഷൻ ശരിയില്ല. ഏതോ ഭാഗത്തുമൊക്കെ തലയോട്ടി വളരെ പഞ്ഞു പോലിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അമ്മയും അച്ഛനും ഉണ്ട്, രണ്ടുപേരെയും വിളിച്ച് ഞാൻ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ
പൊതുവെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കൽക്കേറിയ വന്നു ഈ തണുപ്പിനോടുള്ള സെൻസിറ്റിവിറ്റി. അത്തരം കാര്യങ്ങൾ, തണുപ്പിനോട് സെൻസിറ്റീവാണ്, തണുപ്പടിച്ചാൽ കുട്ടിക്ക് പ്രശ്നമുണ്ടാകും, തലയിൽ പിടിച്ച് ചിലപ്പോൾ തലവേദനകൾ വരും, തലയിൽ ഇങ്ങനെ അള്ളി പിടിച്ചിട്ട് വല്ലാതെ കരയും. അപ്പോൾ ഈ കുട്ടീനെ തലയിൽ ഇങ്ങനെ സർജറി ചെയ്ത മാർക്കുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്ത് പോയി ഒരു സർക്കാർ ആശുപത്രിയിലാണ് പോയി സർജറിയൊക്കെ നടത്തി കുറച്ചൊക്കെ ശരിയാക്കി. പക്ഷെ അത് വീണ്ടും സർജറി നടത്തണം, ഡൽഹിയിലോ ബോംബെയിലോ എവിടെയോ പോയിട്ട് ചെയ്യാം. അതിനുള്ള സൗകര്യമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 90 കിലോമീറ്ററാണ് സംഭവം. അങ്ങോട്ട് പോകാനുള്ള പൈസയൊന്നും ഇവരുടെ അടുത്തില്ല. അത്രക്ക് സാമ്പത്തിക സ്ഥിതിയുള്ളവരൊന്നും അല്ല ഇവർ. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ സ്ഥലത്താണ് ഇവരുടെ വീട്. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് എറണാകുളത്ത് നിന്ന് വരാമോ, കുട്ടിയായിട്ട് വരാമോ? അപ്പോൾ കുട്ടിക്ക് ഈ പറയുന്ന പോലെ തണുപ്പിടിച്ചാൽ പ്രശ്നം ഉണ്ടാകുകൊണ്ട് ഈ ബസ്സിലൊക്കെ അങ്ങനെ യാത്ര ചെയ്യില്ല. ഒരു ടാക്സി എടുത്താണെങ്കിലും എറണാകുളത്തേക്ക് പോവാം. അപ്പോൾ ഞാൻ ബാബുശ്ശേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോകാം. ബാബുശ്ശേട്ടൻ അനുവാദം വാങ്ങാതെ തന്നെ ഞാൻ കമ്മിറ്റ് ചെയ്തു. പിന്നീട് ബാബുശ്ശേട്ടൻ പറഞ്ഞപ്പോഴേക്കും കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ അവരെ കൊണ്ടുവന്ന് കേസൊക്കെ എടുത്തു. കൽക്കേറിയ ഫോസ്ഫോറിക്ക കേസ് തന്നെയായിരുന്നു അത്. ബാബുശ്ശേട്ടൻ ബയോകെമിക്കലാണ് തുടങ്ങിയത്. കുറേ കാലം ബയോകെമിക്ക് പോയി, പിന്നെ പൊട്ടൻസിയിലേക്ക് നീങ്ങി. കുട്ടിയുടെ സർജിക്കൽ കേസായിരുന്നു അത്. തലയോടിൻ്റെ ഒരു ഫോമൊക്കെ ശരിയാക്കണമെങ്കിൽ സർജറി ചെയ്യണം. പക്ഷേ ഈ തലയിൽ അസ്ഥിയിൽ വളരാത്ത അവസ്ഥയൊക്കെ മാറിക്കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് മതി, കുട്ടി സാധാരണഗതിയിൽ ജീവിച്ചാൽ മതി. അപ്പോഴേക്കും കുട്ടിയുടെ ഈ ബുദ്ധിമാന്ദ്യത്തിൻ്റെതായ സൂചനകളൊക്കെ കുറഞ്ഞു വന്നു. കുട്ടി ബുദ്ധി വളരുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊക്കെ പോയാൽ മതി. അങ്ങനെ 2-3 വർഷം ആവശ്യത്തിന് പോകുമായിരുന്നു. കുറേ കഴിഞ്ഞ് കുട്ടി കുഴപ്പമൊന്നുമില്ലാതെ നല്ല മിടുക്കി കുട്ടിയായി. ഞാൻ പിന്നീടൊക്കെ അന്വേഷിക്കുക. അവസാനം ഞാൻ ഈ കുട്ടിയെ കാണുമ്പോൾ കുട്ടി BCA പൂർത്തിയാക്കി. വളരെ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും പറഞ്ഞത്. പിന്നീട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പറയുന്ന കോങ്ങണിൻ്റെ അവസ്ഥ, ഈ വയറിളക്കം, ഈ പ്രശ്നങ്ങളൊക്കെ ആ കുട്ടിക്കുണ്ടായിരുന്നു, ശോഷിച്ച് വരൽ. പിന്നീട് ആ കുട്ടി 2-3 വർഷം കഴിഞ്ഞ് ഞാൻ കുട്ടിയെ വീണ്ടും കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല നന്നായിരിക്കുന്നു, വളർച്ചയൊക്കെ ഉണ്ട്. ഗ്ലിറ്ററിങ് ഫിയർലി സർക്കിൾസ് ബിഫോർ ദ ഐസ്. നോക്കുമ്പോൾ മുമ്പിൽ ഇങ്ങനെ തിളങ്ങുന്ന വൃത്തങ്ങൾ ഇങ്ങനെ കാണുന്നു. പെയിൻ ദ ഐസ് ഫ്രം റീഡിങ് ഇൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ്. പ്രകാശത്തിൽ, വൈദ്യുത പ്രകാശത്തിലൊക്കെ വായിക്കുമ്പോൾ കണ്ണുവേദന. ഐസ് ബ്ലർഡ്, കാഴ്ച ഇങ്ങനെ മങ്ങിപ്പോകുന്നു. സോർനെസ് ഇൻ ഐബോൾസ്, നേത്രഗോളങ്ങളിൽ നൊമ്പരം. പെയിൻസ് വേഴ്സ് തിങ്കിങ് അബൌട്ട് ദം, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദന വർദ്ധിക്കും. അൾസറേഷൻ ഓഫ് കോർണിയയിൽ വ്രണങ്ങൾ വരുന്നു. ഐസ് ഫീൽ ഹോട്ട്, കണ്ണിൽ പൊള്ളല്. ഈസി ലാക്രിമേഷൻ, വേഗം കണ്ണീര് വരുന്നു. റിമാറ്റിക് ടിയറിംഗ് ഇൻ ഇയേഴ്സ് വെൻ ദ വെതർ ചേഞ്ചസ് കോൾഡ്. ഇനി ചെവിയിലെ പ്രശ്നങ്ങളും അവിടെയും തണുപ്പ് അടിക്കുമ്പോഴാണ് പ്രശ്നം. ചെവിയിൽ ഈ വല്ലാതെ വലിച്ചു കീറുന്നതുള്ള വേദന. ഇയേഴ്സ് വെരി കോൾഡ്, ചെവി തണുത്തിരിക്കുന്നു. ഏക്കിംഗ് ഡീപ്പ് ഇൻ ഇയർ, ചെവിയുടെ അന്തർഭാഗത്ത് വേദന. ഈ പറഞ്ഞ കുട്ടിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. വലിയ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് ഡൽഹിയിലോ ബോംബെയിലോ കൊണ്ടുപോയി സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് സർജറി വേണ്ടി വരും. ചെവിയുടെ ആഴത്തിലാണ് ആ കുട്ടിയുടെ വേദന. കുട്ടി വല്ലാതെ കരയുമായിരുന്നു കേട്ടിട്ട്. എൻലാർജ് പെയിൻഫുൾ പരോട്ടിഡ് ഗ്ലാൻസ്, ഈ പരോട്ടിഡ് ഗ്രന്ഥികൾ വീർത്തിരിക്കുന്നു, വേദന. ഇറക്ഷൻസ് അബൌട്ട് ഇയേഴ്സ്, ചെവിയിൽ പരുക്കൾ ഒക്കെ ഉണ്ടാവും. നോയ്സ് ഇൻ ഇയേഴ്സ് ആഫ്റ്റർ സ്റ്റൂൾ, മലശോധന ശേഷം ചെവിയിൽ വേദന. ഡ്രൈ കറ്റാർ ഓഫ് ദ മിഡിൽ ഇയർ, മധ്യകർണത്തിൽ വരണ്ട കഫത്തിൻ്റെ അവസ്ഥ. ദിസ് റെമഡി ഈസ് യൂസ്ഫുൾ ഇൻ ക്രോണിക് കറ്റാർ ഓഫ് ദ നോസ് വെൻ ദ ജനറൽ സിംറ്റംസ് അഗ്രി. അപ്പോൾ പൊതു അവസ്ഥകൾ യോജിച്ചിരിക്കുമ്പോൾ മൂക്കുമായിട്ട് ബന്ധപ്പെട്ട കഫസംബന്ധമായ പ്രശ്നങ്ങളിൽ ഈ ഔഷധം ഉപകരിക്കും. പോളിപ്പീനോസ്, തുടക്കത്തിൽ പറഞ്ഞാണ് മൂക്കിൽ ദശ വളരലുണ്ട്. ഐസി കോൾഡിനോസ്, അവയവങ്ങളിൽ തണുപ്പടിക്കുന്നുള്ള അവയവങ്ങളിലെ ആ തണുത്തിരിക്കുന്നൊരവസ്ഥയും വളരെ പ്രധാനമാണത്. ഫ്ലൂയിൻ കൊറൈസ ഇൻ കോൾഡ് റൂം, തണുത്തൊരു മുറിയിൽ നീരിറക്കം വരുന്നു, തണുത്ത മുറിയിൽ ജലദോഷം വരുന്നു. സ്റ്റോപ്പ് ഇൻ എ വാം റൂം, ചൂടാകുമ്പോഴേക്കും ചൂടുമുറിയിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ അത് നിലച്ചു പോകും. എപ്പിസ്റ്റാക്സിസ്, മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്ന അവസ്ഥയുണ്ട്. ഈ അവസ്ഥയും മൂക്കിൽ നിന്ന് രക്തവാർച്ച ഉണ്ടാകുന്ന പ്രശ്നവും ആ കുട്ടിക്കുണ്ടായിരുന്നു. കുട്ടി സാമാന്യ ജീവിതത്തിലേക്ക് ഇപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാവണം, അതിനിപ്പോൾ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഏതായാലും അങ്ങനെ നിരവധി പേരുടെ ജീവിത നിലവാരത്തെ വർദ്ധിപ്പിക്കാൻ ചുരുങ്ങിയ ചെലവിൽ നിരവധി പേരെ സാമാന്യ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വലിയ പണച്ചിലവൊന്നുമില്ലാതെ സാധാരണ ജീവിതം നയിക്കാൻ സഹായിക്കാനൊക്കെ ഉപകരിക്കുന്ന ഒരു ഔഷധമാണ്. ഇതിനെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ തുറന്നു വരുന്നുണ്ട്, നമുക്ക് തുറന്ന് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.